ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ നീച്ച വഴിക്ക് ആദ്യം പല്ല് തേക്കും, കുളിയൊക്കെ പിന്നെയാണ്. എന്നിട്ട് ഉമ്മറത്തെ വാതിൽ തുറന്ന് നമ്മളൊന്ന് പോയി ഒരു ഫ്രഷ് എയർ അതൊന്ന് ആസ്വദിച്ച് ഒരു 2 മിനിറ്റ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക്. ഞങ്ങളുടെ അടുക്കള വർക്ക് ഏരിയയിലാണ് അടുപ്പുള്ളത്. അപ്പോൾ നമുക്ക് ചോറ് അടുപ്പത്ത് വെക്കാം, അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നോക്കണം. പിന്നെ നൂൽപുട്ടും ഉറുമയാണ് കറി. അപ്പം അതിനുള്ള ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും ആദ്യം വേവിക്കണം. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ അരിഞ്ഞ് ഒക്കെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടിന് വേണ്ട വെള്ളം, നൂൽപുട്ട് കുഴയ്ക്കാനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പൊടിയൊക്കെ എടുത്ത് വെക്കാം. 1.5 കപ്പ് പൊടിയാണ്. നമ്മൾ വെച്ച വെള്ളമില്ലേ, അതിൽ നമ്മൾ ഉപ്പിടണം കേട്ടോ. ഇനി കറി കയറ്റി വെക്കാം. ഞാൻ ഒരു ഇതൊക്കെ ഇൻഡക്ഷനിലാണ് വെക്കല്. നമുക്ക് ഗ്യാസൊക്കെ കിട്ടാൻ ക്രാക്കിയാണല്ലോ ഇപ്പോൾ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും വെള്ളം ആവുന്ന തരത്തിൽ ഞാനിത് ഇളക്കുന്ന ചട്ടയത്തിന് ഞങ്ങൾ ഇവിടെ പറയാം അന്നക്കൊത്ത് എന്നാണ്. അതായത് ചോറിന്റെ കയ്യിലാണ്. ഇതെല്ലാ ഭാഗവുമായി. ഇനി ഇത് അടച്ചു വെക്കാം. നമ്മളുടെ മാവ് ഒന്ന് ചൂടാറണം, എന്നാലേ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോഴേക്കും പാല് നമുക്ക് അടുപ്പത്ത് വെക്കാം. ചായക്കുള്ളത് നമ്മളുടെ വേവിക്കാൻ വെച്ച സാധനം വെന്തിരിക്കണു. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ല തിളച്ച് മറിയുന്നുണ്ട്. അപ്പം ഞാൻ അരി കഴുകിയിട്ട് അടുപ്പത്തിടണം. മട്ടേൻ്റെ അരിയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളവും വെക്കും, തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പാല് നന്നായി തിളച്ചതിന് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചായക്ക് ആവശ്യമുള്ളത് മാത്രം ആ പാത്രത്തിൽ അവിടെ വെച്ചു. ഇനി ചായ ഉണ്ടാക്കൽ മുറ്റടിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ്. മുറ്റത്ത് നമ്മുടെ മണിമുല്ലയുടെ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ, തോനെയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ചായ വെക്കാം. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ചായ കുടിക്കാമല്ലോ. ഇല്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ മുറ്റടിക്കാണ്ട് മനസ്സിലതാ ഉണ്ടാവും. അപ്പം ഇനി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ചായ കുടിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ. ഞാൻ എപ്പോഴും ചായ കുടിക്കുന്ന സ്ഥലം അതാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാനേ തോന്നും. പണിയുണ്ടല്ലോ, അതുകൊണ്ട് നീച്ചു പോവാണ്. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിലാണ് നൂൽപുട്ട് ഉണ്ടാക്കാറ്. അതാവുമ്പോൾ വേഗമാവും. മറ്റേ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ നമ്മൾ 3 തട്ടുള്ളതിൽ അത് നമ്മൾ കുറേ പ്രാവശ്യം വെച്ചാലാണ് ആവുള്ളൂ. ഇതാവുമ്പോൾ വേഗമാവും. ഇനി നമ്മുടെ കറിയിലേക്ക് വേണ്ട സബോളയും പച്ചമുളകും ഗരം മസാല ഇട്ടിട്ട് ഒന്നും കൂടി നമ്മളത് വേവിക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ നാളികേരം നമുക്ക് ചിരകിയെടുക്കാം. അപ്പോൾ ഒരു നാളികേരം കുടച്ചു കഴിഞ്ഞാൽ ഞാനത് മുഴുവൻ ചിരകും. വെച്ചിട്ട് ഇത് മുഴുവനേ എനിക്ക് കറിയിലേക്ക് ആവശ്യമില്ല, കുറച്ചേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അടുത്ത കറിയാവുമ്പോൾ നമുക്ക് വീണ്ടും ചിരകി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ കറി വെന്ത് കഴിഞ്ഞായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം അത് അരച്ച് ചേർക്കുകയാണ് ചെയ്തത്. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടൊക്കെ ശരിയായി.
അതിലേക്ക് നമ്മുടെ കാസ്ട്രോളിലേക്ക് ഇട്ട് മേശയമേ വെച്ചു. നമ്മളെ ചോറായി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാർക്കുകയാണ് ചെയ്യല്. എനിക്ക് വാർത്താലാണ് കൂടുതൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഡ്രൈ ആയി കിട്ടാറ്. അപ്പോൾ അതങ്ങനെ വാർത്ത് വെക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി എല്ലാവരും ഒന്ന് തുടയ്ക്കണം. എല്ലാ അടുക്കളയും വർക്ക് ഏരിയയും ഞാൻ തുടയ്ക്കും, ബാക്കിയുള്ളവിടെ മോളാണ് തുടയ്ക്കുക. ഇപ്പോൾ സമയം 10:30 അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പേരി വെക്കുന്നത് വാഴേൻ്റെ പൂവാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ആ തോടുകളൊക്കെ കളഞ്ഞ്, നമ്മൾ തോടല്ല അതിൻ്റെ തന്നെ പോളകളാണ്, ആ പോളയൊക്കെ കളഞ്ഞ് നമ്മളൊരു യെല്ലോ ഷെയ്ഡ് ആവണ വരെ കളയണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അരിഞ്ഞിട്ട് ഈ വെള്ളത്തിലിട്ട്, അതിലൊരു കറയുണ്ട്, കറയും പിന്നെ ഒരു നൂലുണ്ട്. ആ നൂല് നമ്മൾ പണ്ടൊക്കെ ഈ ഇല്ലിക്കമ്പ് എന്ന് പറയുന്ന നമ്മുടെ മുളേൻ്റെ കമ്പൗണ്ടാണ് എടുത്തത്. ഞാൻ നമ്മുടെ പപ്പടക്കോല കൊണ്ട് ഇങ്ങനെ വട്ടനം ചുറ്റി കഴിഞ്ഞാൽ കോലുമ പിടിക്കും. അതിലേക്ക് സബോളയും പച്ചമുളകും ജീരകവും കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും നാളികേരവും കൂടി ചേർത്ത് നന്നായി തിരുമ്പി പിടിപ്പിച്ച് കടുക് വറുത്തിടുക. അത്രേ ഉള്ളൂ. സച്ചു ജൂഹിനെ കുളിപ്പിക്കണ അങ്കാണ് കേട്ടോ. കുളിപ്പിക്കണതിൻ്റെ മുന്നേ ഒന്ന് ചീന്തി കൊടുക്കും. ചീന്തണത് തീരെ ഇഷ്ടമല്ല, അപ്പം അതിനുള്ള അംഗം വെട്ടാണത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള കറിയിലേക്കുള്ള പരിപ്പ് മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഇടുന്നത് കുമ്പളങ്ങയും മാങ്ങയാണ്. അപ്പോൾ അതിന് മാങ്ങ പൊട്ടിച്ചപ്പോൾ ഒരു മാങ്ങയും കൂടി കൂട്ടി പൊട്ടിച്ചിട്ട് അത് അച്ചാർ ഉണ്ടാക്കുകയാണ്. കുമ്പളങ്ങയും മാങ്ങയും ഞാൻ അരിഞ്ഞു വെച്ചു. അപ്പോൾ മാങ്ങയും കൂടി അരിഞ്ഞിട്ട് അത് അച്ചാറിടാം.
അപ്പോൾ ഇതാ പപ്പടം കാച്ചി. അച്ചാർ പിന്നെ ഞാൻ കടുകും മുളകൊക്കെ കൂടിയിട്ട് വറുത്തിട്ട് മുളക് പൊടി ഇട്ടിട്ട് ആ എണ്ണയും ഒക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി വെക്കുക. അത് തന്നെയാണ് അച്ചാർ. ഉപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കയറ്റി വെക്കട്ടെ. അപ്പോൾ ജൂഹിക്കുള്ള ചോറാണ്, പാല് കൂട്ടിയിട്ടാണ് കൊടുക്കണത്. രാവിലെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൊടുക്കും. ഇപ്പം അത് ചോറും പാലും കൂടിയിട്ട് കുഴച്ചതാണ്. അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ചിക്കനാണ് അവൾക്ക് ഇഷ്ടം. പക്ഷേ ചിക്കൻ വാങ്ങാൻ പോകാൻ പറ്റിയിട്ടില്ല. എന്താ മുഖം നോക്കിയൊക്കെ പിണങ്ങിയിരിക്കുകയാണ്. എന്താ നാളേക്കുള്ള ദോശയ്ക്കുള്ള അരി വെള്ളത്തിലാണ്. അരി ഉഴുന്നും ഉലുവയും മാത്രം അത് വെള്ളത്തിലിട്ടേക്കാണ്. ഇനി നമ്മുടെ കൂട്ടാനിൽ കഷ്ണമൊക്കെ ഇട്ടിട്ട് വേവിച്ചായിരുന്നു. ഇനി അതിലേക്ക് നാളികേരം കൂടി ചേർത്തിട്ട് നമുക്ക് കടുക് താളിച്ചിടാം. ഇനി നമുക്ക് ചോറുണ്ണാനുള്ള സമയമായി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇതാ ചോറൊക്കെ ഒന്ന് വിളമ്പി വെച്ച് എല്ലാവരെയും വിളിച്ച് കഴിക്കുകയാണ്. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്കുള്ള റിലാക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോഴാണ് രാവിലെ നാളികേരം ഇട്ട് പോയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഒതുക്കി വെക്കണം. അപ്പം അതൊരു പഴയ ടാങ്കാണ്, അതിലേക്കാണ് നാളികേരം ഇടല്. അപ്പം മക്കൾ അതൊക്കെ എടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് ഇട്ടന്നു തെങ്ങിൻ്റെ ചോട്ടിന്ന്. അപ്പം ഇനി ഞാനത് ടാങ്കിലേക്ക് എടുത്തിടുകയാണ്. അപ്പോൾ നാളികേരമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഈ പച്ചപ്പട്ടയാണല്ലോ, ചൂല് ചെയ്താൽ നല്ലതാണ്. അപ്പം അത് വെട്ടി വയ്ക്കുകയാണ്. പച്ചപ്പട്ട കണ്ടപ്പോൾ ഞാനിങ്ങനെ പണ്ട് മടഞ്ഞാർന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ അമ്മയ്ക്ക് അറിയിച്ചൊന്ന് കാണിച്ചു കാട്ടേ പറഞ്ഞു. അപ്പം ഞാനത് മടയണത് കാണിച്ചു കൊടുക്കുകയാണ്. അവൾ എന്നിട്ട് ഇരുന്ന് മടഞ്ഞുണ്ടാക്കിയത്.
മടക്കണത്തണ്ട് കണ്ടപ്പോ സച്ചു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ചൊക്കെ എന്തൊക്കെയാ ഷേപ്പൊക്കെ ആക്കിയിട്ട് ഒന്നും കൂടിയൊക്കെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചെയ്യാണ്. വെയിറ്റ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പട്ടയൊക്കെ മടഞ്ഞ് നല്ല അടിപൊളിയായപ്പോൾ ജൂഹിക്കൊരു ഡൗട്ട്, ഇതെനിക്ക് കടക്കാൻ എങ്ങാനും ആണോന്ന്. അവൾ അതിൽ കടന്നൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല സുഖമുണ്ട് തോന്നുന്നു കടക്കാൻ. എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യാസമായിട്ട് എനിക്ക് ഇന്നുള്ളത്, നമ്മൾ സിനിമ കാണാൻ പോവാണ്. വാഴ 2 കാണാൻ പോവാണ്. അപ്പോഴേക്കും നമ്മളുടെ പണിയൊക്കെ കഴിച്ചു വെക്കണം. അപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേണം പോവാൻ. 7:45 ഷോയ്ക്കാണ് പോണത്. അപ്പോൾ തിരിച്ചെത്തുമ്പോഴേക്കും എങ്ങനെയാലും 11 മണിയാവും. പിന്നെ വന്നിട്ട് അരി അരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ പോവുകയാണ്. ഞങ്ങൾ ഷൊർണൂരുള്ള ലാൽ സിൻപ്ലക്സ് എന്നാണ് മൂവി കണ്ടത്. ഏട്ടൻ്റെ മോനും വൈഫും കുട്ടികളും ഞാനും കുട്ടികളുമാണ് പോയത്. ഏട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫിലിം കഴിഞ്ഞു. ഫിലിം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഈ പടത്തിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയത് നല്ല സൗണ്ട് എഫക്റ്റാണ്. ആ സൗണ്ട് എഫക്റ്റാണ് ആൾക്കാരിനെ ആ മൂവിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ നല്ല കോമഡിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ ചിരിച്ച് മരിക്കും, അങ്ങനെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഇമോഷണലി സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കരഞ്ഞു കേട്ടോ. എന്നാലും നല്ല മൂവിയാണ്. നല്ല മൂവി, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കൂ കണ്ടോ. ഒരു മൂണും പിന്നെ ഫുൾ ലൈറ്റാണ്. നമ്മൾക്ക് ഇറങ്ങി ഒന്ന് കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ നിൽക്കാമെന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നി. പക്ഷേ പറ്റില്ല. നാളെ ഇവർക്ക് ജോലിയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഫുഡ് കഴിക്കാൻ വിചാരിച്ചു, അതും നടന്നില്ല. ഏകദേശം നമ്മൾ 11 മണി 11:15 ആയി. ഇനി ഒരു ഫുഡും കൂടി വാങ്ങിച്ച് കഴിച്ചെത്തുമ്പോഴേക്കും 12 മണിയാവും. അപ്പം അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇവിടെ എത്തിയപ്പോൾ ഗേറ്റിലും പെട്ടു. ഒരു 1/4 മണിക്കൂർ അങ്ങനെയും പോയി. ഗേറ്റിൽ പെടാണ്ട് ഇതിനെ കടക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോൾ വന്നാലും നമ്മൾ ഗേറ്റിൽ പെടും. ചിലപ്പോൾ 1, 2, 3, 4 വരെ ട്രെയിനൊക്കെ പോയിട്ട് തുറക്കണ സമയങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നമ്മളുടെ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ വന്ന് മേലെ എഴുതലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. എല്ലാ പാത്രങ്ങളും കഴുകിയിട്ടാണ് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു. ഇനി പല്ലേക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതോടുകൂടി എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ്.
അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.